2000 രൂപയ്ക്കുള്ളിൽ അമോലെഡ് ഡിസ്പ്ലേയും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള ഒരു സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങളത് വാങ്ങിക്കുമല്ലോ. എന്നാലും ഞാൻ അങ്ങോട്ട് കണ്ണും പൂട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ആംബ്രെയിൻ വൈസ് ഗ്ലേസ് 1999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഫ്ലിപ്കാർട്ടിലാണ് ഇത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 2999 രൂപയാണ്. കമ്മിങ് സൂൺ ആണ്, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് സത്യം പറഞ്ഞാൽ. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ ആംബ്രെയിൻ വൈസ് ഗ്ലേസ് നമ്മളിപ്പോൾ 2000 ആണെങ്കിലും അതല്ല 3000 രൂപയ്ക്കുള്ളിലാണെങ്കിലും വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റ് സവിശേഷതകളെന്നാണ് ഈ ഒരു വീഡിയോയിൽ പൂർണ്ണമായി ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏതായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടും ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആംബ്രെയിൻ വൈസ് ഗ്ലേസ്. എന്തായാലും ഫിസിക്കലി നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബോക്സി ടൈപ്പ് ഡയലോഗ് കൂടിയിട്ടുണ്ട് വാച്ച് ലഭ്യമാകുക. കൂടാതെ ഫ്രെയിമിലേക്ക് വരുവാണെങ്കിൽ ഒരൊറ്റ നോട്ടത്തിൽ മെറ്റൽ ബോഡി പോലെ തോന്നും. എന്നാൽ ഇത് മെറ്റൽ ബോഡി അല്ല, ആക്ച്വലി ഇതൊരു പ്ലാസ്റ്റിക് മെറ്റലോടാണ് നിർമ്മിച്ചിരുന്നത്. വലതുവശത്തൊരു ക്രൗൺ ഉണ്ട്, അവിടെ ആംബ്രെയിൻ്റെ ലോഗോ ഉണ്ട്. പറയുന്നത് നോക്കുകയാണെങ്കിൽ ചാർജിങ് പോയിന്റ്, ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സ്, മൈക്ക്, സ്പീക്കർ ഒക്കെ കാണാൻ പറ്റും. കൂടാതെ സ്ട്രാപ്പിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് തന്നെയാണ്. 22 mm ആണ് സ്ട്രാപ്പ് സൈസ് എന്ന് പറഞ്ഞത്. മെറ്റൽ ബക്കിളൊക്കെയാണ്. കൂടാതെ മറ്റൊരു സൈഡിൽ ആംബ്രെയിൻ്റെ ലോഗോ പഞ്ചും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് ബ്ലൂ, ഗ്രീൻ, ഗ്രേ എന്നിങ്ങനെ മറ്റ് കളേഴ്സിലും അവൈലബിൾ ആണ്. ഞാൻ എന്തുകൊണ്ടാണ് ബ്ലാക്ക് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു ബ്ലാക്ക് കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സ്റ്റാപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് കൺഫ്യൂഷൻ വേണ്ട, ഏതാണ് മാച്ച് ആവും എന്നുള്ളത്. കാരണം ബ്ലാക്കിനോട് എല്ലാം അങ്ങോട്ട് മാച്ച് ആവും. എന്നാൽ നിങ്ങൾ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ വാങ്ങിക്കുവാണെങ്കിൽ ഈ ഒരു ബോഡി, അതായത് നമ്മുടെ വാച്ചിൻ്റെ ഡയൽ ബോഡി എന്ന് പറയുന്നതും ആ ഒരു കളറായിരിക്കും. അപ്പോൾ ബ്ലൂ ആണെങ്കിൽ നിങ്ങൾ ബ്ലൂവോട് മാച്ച് ആയിട്ടുള്ള കളർ വേണം വാങ്ങിക്കാനായിട്ട്, അല്ലെങ്കിൽ ഗ്രീൻ ആണെങ്കിൽ ഗ്രീനോട് മാച്ച് ആയിട്ടുള്ള കളർ ആയിരിക്കണം. പക്ഷേ ബ്ലാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഒന്നും വെക്കേണ്ട, ഏത് കളറാണെങ്കിലും വാങ്ങിച്ചാൽ നമുക്ക് അങ്ങോട്ട് ഇടാൻ പറ്റും. എന്തായാലും 22 mm സ്റ്റാപ്പ് നമുക്ക് ഈ ഒരു ബക്കിൾ ടൈപ്പ് ആയിക്കോട്ടെ, അതല്ല ആപ്പിൾ ടൈപ്പ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും ഇൻസ്റ്റയിലുള്ള DeepZStore വന്നു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കിട്ടുന്നതിനേക്കാളും വളരെ ലാഭകരമായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. കൂടാതെ ഓരോ ദിവസവും എന്താ പറയുക, പല പല ഓഫറുകളും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ DeepZStoreന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വാച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാം. ഇത് ആംബ്രെയിൻ്റെ ലോഗോ വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആക്ച്വലി നമുക്ക് ആ ഒരു വാച്ച് ഫേസിലേക്ക് അങ്ങോട്ട് വരുവാണ്. വേറൊരു എന്താ പറയുക, ഡിസോ, റിയൽമി അല്ലെങ്കിൽ നോയ്സിലെ പോലെ നിങ്ങൾ QR സോഫ്റ്റ്വെയർ അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളത് ഒന്നും തന്നെ ഇതിനകത്തും ഇല്ല കേട്ടോ. നമുക്ക് ബോൾട്ടിലൊക്കെ കാണാൻ പറ്റും, ഇങ്ങനെ ബോട്ടിലൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ ഒരു ആപ്പുമായിട്ട് ലിങ്ക് ചെയ്യാണ്ട് ഒരു സമയവും ഇതൊക്കെ തന്നെ അങ്ങോട്ട് കറക്റ്റായി കിട്ടത്തില്ല. എന്തായാലും ഞാൻ ആപ്പ് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ആപ്പിൻ്റെ പേര് HaWoFit എന്നാണ്. അതിൽ നമുക്ക് ജസ്റ്റ് ഒന്നെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ സെർച്ചിങ് ഫോർ ഡിവൈസസ് കൊടുത്തു നോക്കാം. എന്തായാലും നമ്മുടെ ആപ്പുമായിട്ട് അങ്ങോട്ട് കണക്ട് ആയിട്ടുണ്ട്. കണക്ട് ആകുമ്പോൾ തന്നെ എന്തായാലും കണ്ടോ നമ്മുടെ സമയവും ആ ഒരു ഡേറ്റും ഒക്കെ തന്നെ ഇതിലേക്ക് അങ്ങോട്ട് വാച്ചിലേക്ക് വരുന്നതാണ്. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ 1.7 ഇഞ്ച് അമോലെഡ് ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ വാച്ച് ലഭ്യമാകുക. കൂടാതെ 368x448 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1000 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് പറയുന്നത്. ഈ ഒരു 1000 നിറ്റ്സ് നമുക്ക് ആക്ച്വലി ഇതിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. എന്നാൽ പോലും ഈ ഒരു 100% നമുക്ക് ഈ ഒരു ബ്രൈറ്റ്നസ് ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ബ്രൈറ്റഡ് ആണ്. സോ നല്ലൊരു സണ്ണി ഡേയിലാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിക്ക് ആ ഒരു വിസിബിൾ ആയിരിക്കും ഈ ഒരു വാച്ച് ഔട്ട് സൈഡിൽ എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. പക്ഷേ 100% നമ്മൾ അങ്ങോട്ട് ബ്രൈറ്റ്നസ് ഇടുമ്പോഴത്തേക്ക് ബാറ്ററി ചാർജ് നല്ല രീതിക്ക് ഡ്രെയിൻ ആവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. കൂടാതെ 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഒക്കെ നമുക്ക് ഇതിലുണ്ട് കേട്ടോ. അതും എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ്. ഇനി യൂസർ ഇന്റർഫേസിലേക്ക് വരുവാണെങ്കിൽ നമുക്കത് ആ വാച്ച് ബൂട്ടപ്പായി വരുമ്പോഴത്തേക്കുള്ള ഒരു വാച്ച് ഫേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള 4 വാച്ച് ഫേസസ് നമുക്കിവിടെ കാണും. അറ്റ് എ ടൈം 5 വാച്ച് ഫേസസ് മാത്രമേ നമുക്ക് ഇവിടെ ഈ ഒരു വാച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും 100-ൽ പരം ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് നമുക്ക് ആ ഒരു ആപ്പിലൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്തായാലും ആ ഒരു ആപ്പൊക്കെ പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലായിട്ട് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെന്നും എത്ര % ബാറ്ററി ഉണ്ടെന്നും ബാറ്ററി ലെവലും ഒക്കെ കാണിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ആ ഒരു വെതർ കാണിക്കുന്നുണ്ട്. കൂടാതെ ബ്രൈറ്റ്നസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ടോർച്ച് ഉണ്ട്, ഡു നോട്ട് ഡിസ്റ്റർബ് ഉണ്ട്, AOD അതായത് ഓൾവൈസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് ഇവിടെ വന്നിട്ട് ഓൺ ആക്കാം. കൂടാതെ ലോക്ക് ഉണ്ട്, സെറ്റിംഗ്സിലേക്ക് പോകാം. ഈ ഒരു ഓൾവൈസ് ഓൺ ഡിസ്പ്ലേ നമ്മൾ ഓൺ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് അങ്ങോട്ട് ഡ്രെയിൻ ആയി പോകാനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ്. 7 ദിവസമാണ് ബാറ്ററി ലൈഫ് പറഞ്ഞെങ്കിൽ പോലും ഈ ഒരു ഓൾവൈസ് ഓൺ ഡിസ്പ്ലേയും അതുപോലെ തന്നെ നമ്മൾ 100% ബാറ്ററി ഇടുവാണെങ്കിൽ 7 ദിവസം എന്ന് പറഞ്ഞത് 3 അല്ലെങ്കിൽ 4 പോകും എന്നുള്ളതിൽ വേറൊരു സംശയമില്ല കേട്ടോ. ഇനി അതെല്ലാം 3 ദിവസം ആണെങ്കിൽ 3 ദിവസം അത് കിട്ടിക്കോട്ടെ, എനിക്ക് ഓൾവൈസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഓൺ ആക്കി ഇടാം. അതിലൊന്നും വേറൊരു സംശയമില്ല. ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റിയും തിരിച്ചൊക്കെ ഏത് വേണമെങ്കിലും ഒക്കെ ഇടാവുന്നതാണ്. ഇനി താഴേന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വരുന്നത്. നോട്ടിഫിക്കേഷൻ നമ്മൾ ആപ്പിൽ പോയിട്ട് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നോട്ടിഫിക്കേഷൻ കാണിക്കത്തുള്ളൂ. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് സമയവും ഡേറ്റും അതുപോലെ തന്നെ കോള്
അതായത് കുറച്ച് ഷോർട്ട് ഐക്കൺസ് നമുക്ക് ഇവിടെ കാണാം. ഇത് സെയിം നമ്മുടെ ബോൾട്ടിലും ഞാൻ അവിടെ ഇവിടെ ബോട്ടിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക സ്റ്റെപ്സ്, ഡിസ്റ്റൻസ്, കാലറീസ്, ആക്ടിവിറ്റി ടൈം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നത്. കൂടാതെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സ്ലീപ്പിൻ്റെ ആ ഒരു ഡേറ്റ കാണിക്കുന്നുണ്ട്. SpO2 മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെതർ, സ്ട്രെസ് ഇതൊക്കെ വേണമെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ക്രൗണിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മെയിൻ മെനുവിലേക്ക് വരുന്നത്. ഏറ്റവും മുന്നിലായിട്ട് വർക്കൗട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ 100-ൽ പരം സ്പോർട്സ് മോഡ്സ് ഉണ്ട്. എന്തായാലും നമ്മൾ നോർമലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ, അതായത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു വർക്കൗട്ട് ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു ഡീഫോൾട്ടായിട്ട് കൊടുക്കുന്നതിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ആഡ് സ്പോർട്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏതാണോ അതങ്ങോട്ട് ആഡപ്പ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഹാർട്ട് റേറ്റ് ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ആക്ടിവിറ്റി ഉണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ കാണുന്നത്. കൂടാതെ ഫോണ് നമുക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്. അതിപ്പോൾ കീപാഡ് പോയിട്ട് നമുക്ക് ഡയൽ ചെയ്തിട്ട് ഒരാളെ വിളിക്കാം. അതുപോലെ തന്നെ കോൺടാക്ട്സ് എടുത്തിട്ട് കോൺടാക്ട്സ് നമുക്ക് ആഡപ്പ് ചെയ്യണമെങ്കിലും അത് നമ്മുടെ ആ ഒരു ആപ്പിലാണ് പോയിട്ട് ആഡപ്പ് ചെയ്യേണ്ടത്. അത് ഞാൻ ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴേ കാണിച്ചു തരാം. കൂടാതെ റീസെൻറ്റ് കോൾസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണുന്നതാണ്. കൂടാതെ SpO2 ഉണ്ട്, അതുപോലെ തന്നെ ബ്രെത്ത് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, AI വോയിസ്. അത് പിന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ആയതുകൊണ്ട് ഈ ഒരു AI വോയിസ് ഉറപ്പായിട്ടും എല്ലാത്തിലും ഉണ്ടാവും. കൂടാതെ 2 ഗെയിം നമുക്ക് ഇപ്പോൾ ഫ്രീ ടൈം അല്ലെങ്കിൽ സ്ട്രെസ് ഒക്കെ ഫ്രീ ആവണമെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു ഗെയിം ഒക്കെ കളിച്ചുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ ഇമോഷൻ ഇതിനകത്തുണ്ട്. എന്തായാലും ഈ ഒരു ഇമോഷനും SpO2 അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഒക്കെ തന്നെ ആ ഒരു സെൻസേഴ്സ് പരിചയപ്പെടുന്നപ്പോഴത്തേക്ക് പറഞ്ഞുതരാം. പിന്നെ ക്യാമറ നമുക്ക് കൺട്രോൾ ചെയ്യാം, മ്യൂസിക് കൺട്രോൾ ചെയ്യാം, സ്ലീപ്പ്, അലാം, വെതർ, ഫൈൻ ഫോൺ. കൂടാതെ മോറിലേക്ക് വരുവാണെങ്കിൽ അവിടെ ടോർച്ച്, കാൽക്കുലേറ്റർ, വേൾഡ് ക്ലോക്ക്, ടൈമർ, സ്റ്റോപ്പ് വാച്ച്, ഡയൽ എന്നിങ്ങനെ പലതും ഉണ്ട്. എന്തായാലും ഈ ഒരു കാൽക്കുലേറ്റർ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, കാൽക്കുലേറ്ററുള്ളൊരു വാച്ച് പറഞ്ഞു തരുന്നുള്ളത്. ഉറപ്പായിട്ടും ഇനി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരും ആംബ്രെയിൻ വൈസ് ഗ്ലൈസ്. ഇനി സെറ്റിംഗ്സിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് റേസ് ടു വേക്കപ്പ് വേണം. റേസ് ടു വേക്കപ്പ് ഇപ്പോൾ ഓഫാണ്, പക്ഷേ അത് ഓൺ ആക്കി ഇടുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. കാരണം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക്, അതായത് ഡിസ്പ്ലേ ഓഫായിട്ട് നമ്മൾ നോർമലി നിൽക്കുന്ന സമയത്ത് ഓഫായിട്ട് തന്നെ ഇരിക്കും. ജസ്റ്റ് കൈ ഒന്ന് ഷേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു സാധനം അങ്ങോട്ട് ഓൺ ആവുന്നതാണ്. അതായത് ഡിസ്പ്ലേ ഇതുപോലെ അങ്ങോട്ട് കണ്ട ഓൺ ആവുന്നതാണ്. പിന്നെ സ്ക്രീൻ ടൈം ഔട്ട് ഇപ്പോൾ 5 സെക്കൻഡ്സ്, 10 സെക്കൻഡ്സ്, 15 മുതൽ 60 സെക്കൻഡ്സ് വരെ, അതായത് 1 മിനിറ്റ് വരെ നമുക്ക് സ്ക്രീൻ ടൈം ഔട്ട് ഓൺ ആക്കി വെക്കണം. എന്നാലും ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ 60 സെക്കൻഡ് വെക്കണം, കാരണം നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് മാത്രം. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇതിൽ 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡിൽ കൂടുതൽ വെക്കത്തേ ഇല്ല. കൂടാതെ ഇവിടെ വന്നിട്ട് നമുക്ക് കണ്ടോ ഓൾവൈസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കാം. കൂടാതെ ക്വിക്ക് മെനു നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മെനു സ്റ്റൈല് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലിസ്റ്റ് ടൈപ്പ് അല്ലേ കാണുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് അല്ലാണ്ട് എന്താ പറയുക സ്റ്റൈൽ 2ലേക്ക് പോവുകയാണെങ്കിൽ ഇതുപോലത്തെ നമ്മുടെ എനിക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ ഇതാണ്. കൂടാതെ നമ്മുടെ ആപ്പിൾ വാച്ചിലൊക്കെ കാണുന്ന പോലെ കണ്ട ഒരു ഗ്രിഡ്, ഭയങ്കരമായിട്ടുള്ളൊരു ഗ്രിഡ്, ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു മെനു സ്റ്റൈൽ നിങ്ങൾക്ക് മാറ്റാം. നിങ്ങളുടെ ഇഷ്ടം കണക്കാണ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കണ്ടുകൊണ്ട് ചെയ്യാമെന്ന് ഞാൻ പറയത്തുള്ളൂ. കൂടാതെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ, നമ്മുടെ കോൾ വരുന്ന സമയത്ത് എത്രമാത്രം ആ ഒരു എന്താ പറയുക സൗണ്ട് വേണം എന്നുള്ളത് ഇവിടെ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കൂടാതെ റിംഗ് വേണോ, മീഡിയ സൗണ്ട് എത്രയാണ് വേണോ, അതല്ല വൈബ്രേഷൻ നിങ്ങൾക്ക് വേണോ, എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. കൂടാതെ റിംഗ് ടോൺ എന്ന് പറയുന്നത് ലോക്കൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ റിംഗ് ടോൺ നമ്മൾ എന്താണ് കൊടുത്തേക്കുന്നത് അത് വേണമെങ്കിൽ ആ സംഭവമൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ആക്കാം. കൂടാതെ എന്തായാലും ഇതിനകത്ത് നമുക്ക് വൈബ്രേഷൻ മാത്രം വേണമെങ്കിൽ അവർ വൈബ്രേഷൻ മാത്രം ആക്കാം. വൈബ്രേഷൻ ഓഫ് ആക്കിയിട്ട് റിംഗ് മാത്രമാണെങ്കിൽ അതുമൊക്കെ ആക്കാം. എന്നാലും അതൊരു അഡ്വാൻസ്ഡ് ആണ് കേട്ടോ. ചില മൊബൈൽ ഫോണുകളിൽ ആ ഒരു ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല. കൂടാതെ ഇൻഫോ ഉണ്ട്, അതുപോലെ തന്നെ QR കോഡ്, നമ്മുടെ ആ ഒരു ആപ്പിൻ്റെ QR കോഡ് ഉണ്ട്. കൂടാതെ ബ്ലൂടൂത്ത് സ്വിച്ച് നമുക്ക് ബ്ലൂടൂത്ത് ആണെങ്കിൽ ഓഫ് ആക്കാനും ഓൺ ആക്കാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ റീസെറ്റ് ചെയ്യാനും ടേൺ ഓഫ് ചെയ്യാനും ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു UAയിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സ് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തായാലും ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു ബോർഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെൻസർ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതേപോലെ കണ്ടോ, വെയർ ദ വാച്ച് പ്രോപ്പർലി ആൻഡ് ട്രൈ അഗൈൻ വൺസ് മോർ എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഒരു ഏതൊരു വാല്യൂ ആയാലും അതങ്ങോട്ട് കാണിക്കത്തുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കെട്ടാം. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. HR മോണിറ്റർ 70, 73, 74ലേക്ക് മാറിയിട്ടുണ്ട്, 71ലേക്ക് മാറിയിട്ടുണ്ട്, 73. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എന്താ പറയുക ആക്യുറേറ്റ് ആണ് തോന്നുന്നു കേട്ടോ. എന്തായാലും ഇപ്പോൾ മാക്സിമം 74ഉം അതുപോലെ തന്നെ മിനിമം 70 ആണ് കാണിക്കുന്നത്. ഇനി അടുത്തത് SpO2. 97% SpO2 ഉണ്ടെന്ന് എനിക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത നമുക്ക് സ്ട്രെസ് എന്തുമാത്രം ഉണ്ടെന്ന് നോക്കാം. 37. എന്തായാലും നോർമൽ എന്നാണ് കാണിക്കുന്നത് സ്ട്രെസ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് കൂടുതലാണെങ്കിൽ അവർ തന്നെ അതിനകത്ത് ഗെയിമുണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഗെയിം വേണമെങ്കിലും കളിക്കാം. ഇനി ഇതിനകത്ത് ഞാൻ വേറെ ഒന്നിലും കണ്ടില്ലാത്തൊരു സംഭവമാണ് ഈ ഒരു ഇമോഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ആ സംഭവം എന്നുള്ളത്. ഡിറ്റക്റ്റിംഗ് ആണ്. എൻ്റെ ഇമോഷൻ എന്താണെന്ന് ഇപ്പോൾ കാണാം. പീസ്ഫുൾ. എന്തായാലും എൻ്റെ ആ ഒരു ഇമോഷൻ പറയണത് പീസ്ഫുൾ എന്നാണ്.
എന്താണെങ്കിലും എന്തായാലും നിങ്ങൾ ഈ ഒരു വാച്ച് ഉപയോഗിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഇമോഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്താണോ നിങ്ങൾക്ക് ഉള്ളത് അതങ്ങോട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. എന്തൊക്കെ ഇമോഷൻ ഉണ്ടെന്ന് നമുക്കറിയാലോ. ഇതുപോലാണ് നമുക്കൊരു കോൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ വാച്ചിൽ കാണുന്നത് കേട്ടോ. ഏറ്റവും മുകളിൽ എൻ്റെ പേരും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫോൺ നമ്പറും കാണും. കൂടാതെ നമുക്ക് ഒന്നെങ്കിൽ കോൾ എടുക്കാം, കോൾ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഇപ്പം നമുക്ക് ആ ഒരു റിങ് കേൾക്കുന്നില്ലേ, അത് നമുക്ക് സൈലൻറ്റ് ചെയ്യാം ഇതുപോലെ. അതുപോലെ തന്നെ നമുക്ക് ക്വിക്ക് SMS കൊടുക്കാം. അതായത് നമുക്ക് ഇപ്പോൾ സോറി ഐ ക്യാൻ ടോക്ക് റൈറ്റ് നൗ, അല്ലെങ്കിൽ ഐ ആം ഓൺ ദ വേ, അല്ലെങ്കിൽ ഐ ആം ഓൺ മൈ വേ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതുള്ളിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ കോൾ എടുക്കുവാണെങ്കിൽ ഇതുപോലെ ഇരിക്കും. നിങ്ങൾക്ക് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതല്ല നമുക്ക് ആ ഒരു മെയിൻ മെനുവിലേക്ക് പോകാം, അതല്ല നമുക്ക് മ്യൂട്ട് ചെയ്യാം, കോൾ കട്ട് ചെയ്യാം, എന്തുകൊണ്ടെങ്കിലും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഇൻ്റർഫേസാണ് കാണാൻ പറ്റുന്നത്. ആദ്യം നമുക്ക് ആ ഒരു ആക്ടിവിറ്റി ഡേറ്റാസ് ആണ് ആക്ച്വലി മുന്നിലുള്ളത്. പിന്നെ അടുത്ത ടാബ് എന്ന് പറയുന്നത് വർക്കൗട്ടാണ്. വർക്കൗട്ടിൻ്റെ ആക്ടിവിറ്റി ഡേറ്റാസ് ഇവിടെ കാണും. കൂടാതെ ഡിവൈസിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് വൈസ് ഗ്ലൈസ്, അതുപോലെ തന്നെ ബാറ്ററി ലെവല്, കൂടാതെ കണക്റ്റഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൈ ഫേസസ് അത് മോർ കൊടുക്കുവാണെങ്കിൽ ഇവിടെ ആവശ്യമുള്ള, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 100-ൽ പരം വാച്ച് ഫേസസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇഷ്ടമുള്ളത് പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. കൂടാതെ ലോക്കലിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ വാച്ചിലുള്ളതാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. കൂടാതെ നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലസ് ബട്ടണിൽ ഞെക്കിയിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള, നമുക്ക് ലൈവായിട്ട് ഫോട്ടോ എടുക്കാം, അതല്ല ഗാലറിയിൽ പോയി എടുക്കാം, ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാം. അതായത് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ റിമൈൻഡേഴ്സ്, ഇപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓൺ ആക്കാം, ഓഫ് ആക്കാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ വാട്സപ്പിൻ്റെ വേണമെങ്കിൽ അത് നമുക്ക് ഓഫ് ആക്കി ഇടാം, അല്ലെങ്കിൽ ഓൺ ആക്കി ഇടാം. ഫേസ്ബുക്കിൻ്റെ വേണമെങ്കിൽ അത് ഓൺ ആക്കാം, ഓഫ് ആക്കാം, ഏതാണെങ്കിലും ഇതേ കണ്ടോ ഇത്രയും അധികം നമുക്ക് ആപ്പുകൾ ഇവിടെ ഉണ്ട്. ഇനി അതല്ല ഇതിലില്ലാത്തത് നിങ്ങൾക്ക് ഒരു ആപ്പ് ഉണ്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതർ അങ്ങോട്ട് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ഇവിടെ അങ്ങോട്ട് നമ്മുടെ വാച്ചിൽ കിട്ടുന്നതാണ്. കൂടാതെ റിമൈൻഡർ ഉണ്ട്, അലാം ഉണ്ട്, ഡ്രിങ്ക് ഉണ്ട്, വാഷ് ഉണ്ട്, സെഡൻഡറി അലേർട്ട് ഉണ്ട്. കൂടാതെ ടെലിഫോൺ, കോൺടാക്ട്സ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതാണ് നമ്മുടെ വാച്ചിൽ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു കോൺടാക്റ്റിൽ പോകും. കൂടാതെ വെതർ, ക്യാമറ, വേൾഡ് ക്ലോക്ക് നമുക്ക് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫൈൻഡ് മൈ ഫോൺ ഉണ്ട്, പാസ്കോഡ് ലോക്ക്, നമ്മുടെ വാച്ച് വേണമെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി ആ ഒരു പാസ്കോഡ് നമുക്ക് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് എന്താ പറയുക സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ SMS ക്വിക്ക് റിപ്ലൈ നമുക്കത് 3 ഉണ്ട്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഏതെങ്കിലുമൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. കൂടാതെ ഹാർട്ട് റേറ്റ്, സ്ട്രെസ്, SpO2, ലിഫ്റ്റ് റൈസ് ടാബ് അയക്കണം, അതായത് നമ്മുടെ റൈസ് ടു വേക്കപ്പ് ആണ്, നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഈ ഒരു ആപ്പിൽ കൂടെയും പറ്റും. അതുപോലെ തന്നെ ഡിസ്പ്ലേ എമൗണ്ടും ഇവിടെ വന്നിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ബ്രൈറ്റ്നസ് നമുക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. കൂടാതെ ഓൾവൈസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാനും ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് ആ ഒരു സെറ്റിങ്സിൽ കണ്ടോ. ക്ലിയർ ഡേറ്റ, റീസെറ്റ്, റീസ്റ്റാർട്ട്, ഡിവൈസ് ലാംഗ്വേജ്. ഇപ്പോൾ നിങ്ങൾക്ക് ഹിന്ദി വേണമെങ്കിൽ ഇതേ ഒരു ലാംഗ്വേജ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഹിന്ദിയിലോട്ടൊക്കെ അങ്ങോട്ട് മാറ്റാനൊക്കെ സാധിക്കുന്നതാണ്. കൂടാതെ മീയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ പ്രൊഫൈലും അതുപോലെ തന്നെ നമ്മുടെ ഗോൾസ് നമുക്ക് ഇഷ്ടമുള്ളതാണ്. 7000 സ്റ്റെപ്സും എന്താണ് കാലറീസ് 350, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് 5 കിലോമീറ്റേഴ്സ്, സ്ലീപ്പ് 8 അവർ, ഇതൊക്കെ ഓരോ ഗോൾ നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ. കൂടാതെ പെർമിഷൻ സെറ്റിങ്സും ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് പെർമിഷൻ സെറ്റിങ്സും അതൊക്കെ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു ആപ്പിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. 7 days ആണ് ബാറ്ററി ലൈഫ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടെയും തന്നെ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ആണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ 3 മണിക്കൂർ നമുക്ക് ചാർജിങ് ടൈം വേണമെന്ന് കമ്പനി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം 5 wattsന്റെ അഡാപ്റ്റർ, അതായത് 5V1 ആ ഒരു അഡാപ്റ്റർ വേണം ഉപയോഗിക്കാനായിട്ട്, ലോ പവർ അഡാപ്റ്റർ. നിങ്ങളുടെ കയ്യിൽ ആ ഒരു ലോ പവർ അഡാപ്റ്റർ ഇല്ലെങ്കിൽ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ സേഫ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത് അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ച് ചാർജ് ചെയ്യുന്നതാണ്. ഇനി അതല്ല എന്തായാലും ഇത്രയും രൂപ കൊടുത്ത് നമ്മൾ വാച്ച് വാങ്ങിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഒരു അഡാപ്റ്റർ ഇപ്പോൾ 100-200 രൂപ എടുത്തിട്ടൊരു ചെറിയൊരു 5 wattsന്റെ അഡാപ്റ്റർ വാങ്ങിക്കുന്നത് ബെറ്റർ ആയിരിക്കും. എന്തായാലും 1 വർഷം വാറണ്ടി ഉണ്ട് കേട്ടോ. നമുക്ക് ഹൈ വോൾട്ടേജ് കയറി അടിച്ചു പോയി കഴിഞ്ഞാലൊന്നും ഇതുപോലെ എന്താ പറയുക അവർ വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. കൂടാതെ IP68ന്റെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണെങ്കിൽ പോലും, ഇതിൽ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഡീപ്പ് ഡൈവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. കാരണം വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാലും ഇത് വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ്. പിന്നെ ആംബ്രൈൻ്റെ എന്താ പറയുക സർവീസ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഇതുവരെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. സോ കൂടുതൽ അങ്ങോട്ട്
പറയാനും പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു Ambrane Wize Glazeന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും 1999 രൂപയ്ക്ക് ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് വന്നത്. ആ ഒരു റേറ്റിന് ഇനി എന്തായാലും കിട്ടത്തില്ല. കാരണം 2999 കിട്ടത്തുള്ളൂ. 2999 ഇത് വർത്താണോ ഇല്ലെന്ന് ചോദിച്ചാൽ ഓവറോൾ ആക്ച്വലി നമുക്ക് ഒരു ബിൽഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക്കിന്റെ ആ ഒരു സംഭവം ഒഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് വർത്ത് തന്നെയാണ്. 1000 നിറ്റ്സ്, അതുപോലെ തന്നെ 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, കൂടാതെ അമോലെഡ് ഡിസ്പ്ലേ, ബ്ലൂടൂത്ത് കോളിംഗ് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും വർത്ത് തന്നെയാണ്. Ambrane എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പല പ്രോഡക്റ്റുകളും നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഇതിൽ നിന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു റൈസ് ടു വേക്കപ്പ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വെച്ചിട്ട് ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. 1999 കിട്ടുകയാണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിച്ചോളൂ, വേറെ ഒരു സംശയമില്ല. നിങ്ങൾക്ക് നോയ്സിൻ്റെ ആയിക്കോട്ടെ, അതല്ല ബോട്ടിൻ്റെ ആയിക്കോട്ടെ, ഏത് സാധനം വന്നാൽ പോലും ഇതുപോലെ, അതായത് അമോലെഡ് ഡിസ്പ്ലേ, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കോളിംഗ്, ഇതൊക്കെ വെച്ച് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു Ambrane Wize Glaze എന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല കേട്ടോ. ഓവറോൾ ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. ഉറപ്പായിട്ടും 2000 രൂപയ്ക്ക് ഈ ഒരു സംഭവം ഓഫർ വരുവാണെങ്കിൽ കണ്ണും പൂട്ടി ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് തന്നെ വാങ്ങിക്കാൻ പറയും. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ Ambrane Wize Glazeന്റെ ഒരു ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്ന ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.